തന്നെയാണ് വരുന്നതല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാബുലേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ പിന്നെ സ്ട്രോങ് ആസിഡായ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പിന്നെ പിന്നെ കുറച്ച് ബേസും പറഞ്ഞു അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അത് പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിലുള്ള പിന്നെ കളർ ചേഞ്ച് എന്നുള്ളത്. പിന്നെ മീത്തൈൽ ഓറഞ്ച് ഒരു തുള്ളി HCl ഇറ്റിച്ചപ്പോൾ സൾഫ്യൂരിക് ആസിഡിലും ഇറ്റിച്ചപ്പോൾ ഒരേ ഒരു പിന്നെ എന്ത് ചെയ്യാണ് ചേഞ്ചാണ്, ലൈറ്റ് പിങ്ക്. അത് ഏകദേശം റെഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെയോ ഫിനോഫ്തലീൻ ഇറ്റിച്ചപ്പോഴോ നോ കളർ ചേഞ്ച് അല്ലേ. ഇത് ആ രണ്ടും ആസിഡുകളാണ്. പിന്നെയോ ബ്ലൂ ലിത്മസ് പേപ്പറിനെ റെഡാക്കുന്നു, രണ്ടുപേരും റെഡാക്കുന്നു. പിന്നെയോ റെഡ് ലിത്മസ് പേപ്പറിനെ പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു കളർ ചേഞ്ചും ഇല്ല, ആ റെഡ് ലിത്മസ് പേപ്പറിൽ മാറ്റം വരുന്നില്ല അല്ലേ. പിന്നെയോ നമ്മൾ പറഞ്ഞു ആസിഡ്സ് എന്ത് സബ്സ്റ്റൻസ് ആണ്, ബേസ് എന്ത് സബ്സ്റ്റൻസ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. പിന്നെയോ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഒരു തുള്ളി മീത്തൈൽ ഓറഞ്ച് ഇറ്റിച്ചപ്പോൾ ലൈറ്റ് യെല്ലോ കളർ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റിച്ചപ്പോൾ ലൈറ്റ് യെല്ലോ കളർ. രണ്ടും ബേസ് ആണല്ലേ. ഫിനോഫ്തലിനാണ് ബേസിന് പറ്റിയ നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ കിട്ടി. പിന്നെയോ നോ കളർ ചേഞ്ച് എവിടെ, ബ്ലൂ ലിത്മസിനെ റെഡ് ആക്കുന്നില്ല. പിന്നെയോ റെഡ് ലിത്മസിനെ ബ്ലൂ ആക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അവർ ബേസാണ് അല്ലേ. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ഏത് ആസിഡ്സ് ആൻഡ് മെറ്റൽ, ആസിഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ പിന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു ക്ലാസ്സിൽ ആസിറ്റിക് ആസിഡ് എടുത്തു, പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ടു, ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, മാഗ്നീഷ്യം റിബൺ പീസാക്കിയിട്ട് അതിലിട്ടു, കൈ കൊണ്ട് നമ്മൾ പൊത്തിപ്പിടിച്ചു മൗത്ത് അല്ലേ. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു തീപ്പെട്ടി മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് വരച്ചപ്പോൾ പിന്നെ ഒരു പോപ്പ് സൗണ്ട് ഉണ്ടായി അല്ലേ. എന്നിട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇൻഫറൻസിലെത്തി, എന്ത് ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ്, ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ എന്താണ്, ഒരു ഫ്ലെയിമബിൾ ഗ്യാസാണ്. അത് കണ്ടുപിടിച്ചതാരാണ്, ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു അല്ലേ. യെസ്, അതും നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് നോട്ടായിട്ട് എഴുതണം അല്ലേ. എയിം എഴുതണം, പിന്നെയോ മെറ്റീരിയൽസ് റിക്വയർഡ് എഴുതണം, പിന്നെ പ്രൊസീജിയർ എഴുതണം, ഒബ്സർവേഷൻ എഴുതണം. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞൊരു പിന്നെ പാറ്റേൺ ആണല്ലേ. പിന്നെയോ അതിൻ്റെ ഒരു ഇൻഫറൻസ് കൺക്ലൂഷൻ എന്താണ് നമ്മൾ പിന്നെ കൺക്ലൂഡ് ചെയ്തത് അല്ലേ. പിന്നെയോ ലൈറ്റസ്റ്റ് ഗ്യാസാണ് ഏത്, ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ ബലൂണുകൾ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നില്ലേ അല്ലേ. നമുക്ക് ആ ചെയ്ത പോലെ ഒന്നുകൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഹൈഡ്രജൻ ബലൂൺ മേലോട്ടേക്ക് വിടുക. വലിയൊരു ബലൂണുണ്ട് നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് റോക്കറ്റിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്, ഹൈഡ്രജനെയാണ്. പിന്നെയോ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, LED എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സോളാറിലേക്ക് എത്തി. സോളാറിന് നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ്റെ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചില്ല. ഇത് അവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട്, ന്യൂഡൽഹിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഹൈഡ്രജൻ്റെ ബസ് പിന്നെ ഓടിച്ചു നേരത്തെ. പിന്നെയോ എന്താണ് ഹൈഡ്രജൻ്റെ അർത്ഥം, നമ്മൾ നേരത്തെ ആസിഡസ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആസിഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം സോർ ടേസ്റ്റ് എന്നാണ് അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസിങ് വാട്ടർ എന്നാണ് എന്തിൻ്റെ അർത്ഥം, ഹൈഡ്രജൻ്റെ അർത്ഥം. ഹൈഡ്രജന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത് അല്ലേ. അതെല്ലാവർക്കും കാണാപ്പാടായിരിക്കില്ല അല്ലേ അല്ലേ. ഹൈഡ്രജന് ഓക്സിജൻ ചേർന്നിട്ട് H2O ഉണ്ടാകുന്നത് എല്ലാവരും വെറുതെ പറയുന്നതൊക്കെ അല്ലേ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു എനർജി ആണെന്ത്, പിന്നെ ഒരു ഫ്യൂവലാണെന്ത്, ഹൈഡ്രജൻ. Yes, there are many general properties of acids. Have you identified from the experiment done so far? അല്ലേ. വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആസിഡിൻ്റെ പിന്നെ പെക്യുലാരിറ്റീസ് ഇങ്ങനെ പഠിക്കുകയാണ്, എഴുതുകയാണ് അല്ലേ. യെസ്, പിന്നെ നമ്മൾ പറഞ്ഞു സോർ ടേസ്റ്റ് ആണ്. പിന്നെയോ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പതിമുഖം വാട്ടറിനെ യെല്ലോ കളറാക്കുന്നു. ഇതൊക്കെ ആരെ പെക്യുലാരിറ്റീസാണ്, ആസിഡിൻ്റെ പെക്യുലാരിറ്റീസാണ്. പിന്നെയോ നമ്മളിതാ ആസിഡുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടിന്നിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതാ അച്ചാറുകൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഒന്നെങ്കിൽ ഭരണിയിലാണ് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിലാണ്, അല്ലെങ്കിൽ പൊളിയുന്ന ജാറിലാണ് അല്ലേ, ഗ്ലാസിൻ്റെ ജാറിൽ കാണും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, യെസ്, എർത്തൻ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് അല്ലേ. നമ്മൾ മോര് കടയുന്നത് ഇടുന്നതാണ്, പിന്നെ ഒരു കുടുക്കയിലൊക്കെ വെച്ചിട്ടാണല്ലേ. പോള പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുക്കയിൽ ഇങ്ങനെ കെട്ടി വെക്കും അല്ലേ. പിന്നെയോ പിന്നെ ഉഴുന്ന് ദോശ, പിന്നെ മസാല ദോശേൻ്റെത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ ചോദിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഉമ്മയെല്ലാം പറയുന്നത് പുളിക്കണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ എന്തുകൊണ്ടാണ് അത് സ്റ്റോർ ചെയ്യാത്തത്, അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എപ്പം നമ്മൾ പഠിച്ചു. യെസ്, മാഗ്നീഷ്യം റിബണുമായിട്ട് വിനേഗർ പിന്നെ എന്ത് ചെയ്തു, പിന്നെ റിയാക്ട് ചെയ്തു അല്ലേ. ഇനിയോ വീട്ടിൽ ആ വിനേഗർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇൻ പിക്കിൾസ് അല്ലേ, പിക്കിൾസ് അച്ചാറിടാൻ വേണ്ടിയിട്ട്, പിന്നെയോ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പറ്റൂലേ. യെസ്, പിന്നെയോ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുക അല്ലേ. പിന്നെയോ
ഫുഡ് കുക്ക് ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെയോ ആസിഡ് നമ്മൾ കുക്കിങ്ങിലും പ്രിസർവേറ്റീവ്സിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ സ്റ്റെയിനുകൾ അല്ലെ ലാബലുകൾ അല്ലെങ്കിൽ സ്റ്റിക്കറുകളൊക്കെ പോക്കാൻ നമുക്ക് ഈ ആസിഡ് ഉപയോഗിക്കാൻ വെച്ചിട്ട് പോക്കാൻ വേണ്ടി പറ്റും. പിന്നെയോ ഇവിടെ കുറച്ച് ആസിഡുകളും അതിൻ്റെ യൂസുകളും പറഞ്ഞിട്ടുണ്ടല്ലേ. അസിറ്റിക് ആസിഡ് എന്തിലുള്ളതാണ്? അസിറ്റിക് ആസിഡ് വിനേഗറിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ മേലെ പറഞ്ഞു അല്ലേ എന്തിനാണത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലേ, പിക്കിൾസ് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാ ഫോമിക് ആസിഡ് നമ്മൾ ഉറുമ്പിൻ്റെ ഒത്തുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെയോ കണ്ണ് തെറിച്ചൊരു വിഷയം പറഞ്ഞു അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്? തിക്കണിങ് ലാറ്റക്സ് അല്ലേ, അത് നമ്മൾ പറഞ്ഞു റബ്ബർ ഷീറ്റിൻ്റെ കാര്യത്തിൽ അല്ലേ. പിന്നെയോ അതിൻ്റെ പാലിൻ്റെ ഒരു പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന. പിന്നെയോ സിട്രിക് ആസിഡ് നമ്മളെ ലെമണിലൊക്കെ ഉള്ള അല്ലേ. പിന്നെ സൾഫ്യൂരിക് ആസിഡ്. യെസ്, ഈ ഒരു ചോദ്യം നോക്കൂ, മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് മാനുഫാക്ചർ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അല്ലേ, ആ സമയത്ത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെയോ അതിൻ്റെ നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെയിൻറ്റ്സ് ഡൈസ് അല്ലേ, ഇത് ഉപയോഗിക്കാം. ഇവിടെയും കെമിക്കൽ ഫെർട്ടിലൈസറിന് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്, ഇവിടെയും കെമിക്കൽ ഫെർട്ടിലൈസറിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ക്ലാസ്സിൽ നിന്നൊരു ചങ്ങായി ചോദിച്ചില്ലേ, അതായത് പിന്നെ ആസിഡ് മഴ ഇല്ലേ. യെസ്, ആസിഡ് റെയിൻ, അമ്ലമഴ. അതായത് പിന്നെ കൊറോഷൻ സംഭവിക്കും. നമ്മൾ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയ താജ്മഹലിന് വരെ എന്ത് പറ്റിയിട്ടുണ്ട്, പിന്നെ കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? അതായത് പിന്നെ പൊല്യൂട്ടഡ് എയർ മുകളിലേക്ക് പോയിട്ട് അത് സൾഫ്യൂരിക് ആസിഡായിട്ടും നൈട്രിക് ആസിഡായിട്ടും താഴേക്ക് വന്നിട്ട് കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ് എന്ത്, ആസിഡ് പിന്നെ മെറ്റൽസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്തിട്ട് കൊറോഷൻ സംഭവിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, കാർബോണിക് ആസിഡിൻ്റെ കാര്യം. പിന്നെ ടാനിക് ആസിഡ് ലെതറും ഇങ്കും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്, കാർബോണിക് ആസിഡ് സോഡ വാട്ടറിൽ ഉപയോഗിക്കുന്നു. പിന്നെയോ യൂസസ് ഓഫ് ബേസ്, ആസിഡിന് മാത്രമാണോ യൂസസ് ഉള്ളത്? അല്ല, ബേസിനും ഉണ്ട്. യെസ്, ഇവിടെ ടാബിൾ തന്നിട്ടുണ്ട്. എൻ്റെ ചോദിക്കുകയാണ് സോപ്പ് ഉണ്ടാക്കാൻ ഏത് വേണം, മെഡിസിൻ ഉണ്ടാക്കാൻ ഏത് വേണമെന്ന് ചോദിക്കും.